ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ആംപ്ലിഫയറിന്റെ ഡയല് നമുക്ക് അടിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ സ്വിച്ചും അതേപോലെ വിയോമീറ്ററും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാധനം രണ്ട് സൈഡിലും രണ്ട് വലിയ വോളിയം കൺട്രോള്, ഒരെണ്ണം നമ്മളെ മെയിൻ വോളിയം, ഒരെണ്ണം സബിന്റെ വോളിയം, പിന്നെ അതേപോലെ ബാസ്, ട്രബിള്, പിന്നെ അതേപോലെ സെന്റർ, സറൗണ്ട്, അങ്ങനെയുള്ള കണക്ഷനുകളാണ് ഇതിലുള്ളത്, ബാക്കിയുള്ളത്. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്വിച്ചുകൾ. പിന്നെ ഇതിന്റെ മീതെ നമ്മളൊരു എക്സ്ട്രാ നമുക്ക് ഒരു 3 കൺട്രോൾ കൂടി വരുന്നുണ്ട് ഇതിലായിട്ട്. അത് ഒന്ന് മൈക്കോളിയം, ഒന്ന് നമ്മളെ എക്കോളിയം, ഒന്ന് നമ്മളെ USB എന്ന് പറഞ്ഞ ഔട്ട്പുട്ടിന്റെ വോളിയം. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ രണ്ട് മൈക്കാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരു മൈക്ക് അതാ ഇതിലും, ഒരു മൈക്ക് അതാ ഈ സൈഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഈ ഡയലിന്റെ മീതെ പരമാവധി നമുക്ക് ചെയ്യാവുന്ന അത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ USB ബോർഡ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ സ്റ്റിക്കർ പറിച്ചാലാണ് നമുക്ക് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ അടിക്കുക. അപ്പൊ ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഡയല് ഒട്ടിച്ചെടുക്കാം. പക്ഷെ ഡയൽ ഒട്ടിക്കാൻ ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറക്കുമ്പോൾ ആകെ പൊട്ടിപ്പോരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഊരി എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പശ നമുക്ക് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പശ ഉപയോഗിക്കാം. ഫെയ് ബോണ്ട് എന്നിട്ടുള്ള പശയാണ്. അപ്പൊ ഈ പശ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ പശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ മരത്തിന്റെ ഒക്കെ പരിപാടിക്കൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന അതേ മോഡൽ പശ തന്നെയാണ്. SRന്റെ മോഡൽ പശ തന്നെയാണ് ഈ കാണുന്നത്. അപ്പൊ ഇതല്ലെങ്കിൽ ഇത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഞാനിപ്പോ ഉപയോഗിക്കാൻ പോണത് ഇതാണ്, നമ്മളെ ഫ്ലക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കത് ഊരിയെടുക്കേണ്ട ആവശ്യമില്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അത് കാരണമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കത് ഒട്ടിച്ചിട്ട് നോക്കാം. അപ്പൊ നമ്മളെ ഫ്രണ്ട് പാനലും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, പശ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് കംപ്ലീറ്റ്. അപ്പൊ അത് ഒട്ടിച്ചു, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് ഇനി പവർ സ്വിച്ച് പിടിപ്പിക്കാനുണ്ട്. കൺട്രോളുകൾ ആദ്യം കംപ്ലീറ്റ് പിടിപ്പിക്കണം. അപ്പൊ നമുക്ക് കൺട്രോളുകൾ പിടിപ്പിച്ചിട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ സ്റ്റിക്കർ പറിച്ചിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ ഉള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്കത് കൺട്രോളുകളൊക്കെ കംപ്ലീറ്റ് ഉറപ്പിക്കാം. ആദ്യത്തെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൺട്രോള്, സബ് വോളിയം, അതുപോലെ മെയിൻ വോളിയം കൺട്രോള്, പിന്നെ അതുപോലെ ബാസ്, ട്രബിള്, സെന്റർ, സറൗണ്ട്. പിന്നെ ഇത് TV, അത് തെറ്റിയടിച്ചാണ് നമ്മൾ അതിന്റെ മീതെ. TV എന്നല്ല, നമുക്ക് അതിൽ മൈക്കയുടെ കണക്ഷനാണ് വേണ്ടത്. അപ്പൊ അതില് TV എന്നുള്ള DVD എന്നുള്ള USB ഉണ്ട്. അപ്പൊ USB-യിലാണ് നമ്മൾ മൈക്കയുടെ കണക്ഷൻ കൊടുക്കാൻ പോണത്. മൈക്കയുടെ കണക്ഷൻ നമ്മൾ USB എന്നുള്ള പിന്നിൽ കൊടുക്കും. ടിവിയുടെ കണക്ഷൻ TVയിലേക്ക് തന്നെ കൊടുക്കും. 5.1 DVD എന്ന് കൊടുക്കാനുള്ളത് DVD അതിലേക്ക് കൊടുക്കും. അതിലേക്ക് നമുക്കൊരു 12 വോൾട്ട് സപ്ലൈ ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക, നമ്മളെ റിലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിലേയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റിലേയുടെ കണക്ഷനാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക, 12 വോൾട്ട് സപ്ലൈ. ഇതിലേക്ക് നമ്മൾ USB വിത്ത് ഇത് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ USB-യിൽ വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ണിങ്ങിലാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ USB ബോർഡ് ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാണ്ട്. അപ്പൊ ആ സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം നമുക്ക്. അപ്പോ നമ്മളെ ഫ്രണ്ട് ഡയല് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഫ്രണ്ട് ഡയല് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇത്രയും പോകുന്ന ഡയലിന് മീതെ സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സബിന്റെ വോളിയാണ്. പിന്നെ ഇത് നമ്മളെ സ്വിച്ച് പിടിപ്പിച്ചിട്ടില്ല, ഇതിനായിട്ട് ലാസ്റ്റിന് വലിയ സ്വിച്ച് വേണം. പിന്നെ ബാസ്, ട്രബിള്, സെന്റർ, സറൗണ്ട്, പിന്നെ മൈക്കയുടെ വോളിയം, പിന്നെ അതുപോലെ എക്കോ വോളിയം, നമ്മളെ മ്യൂസിക്കിന്റെ വോളിയം. അങ്ങനെ 3 കൺട്രോളാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതൊരു മൈക്ക, ഇത് മെയിൻ വോളിയം. പിന്നെ നമ്മളെ സ്വിച്ചുകൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് AC കോഡ് കൊടുക്കണം. അപ്പൊ നമ്മൾ ഫീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വയർ അതിന് നമ്മൾ ബാക്കത്തെ ഹോളിൽ ഉള്ള റബ്ബറിന്റെ സ്ലീവ് ഇട്ടിട്ടുണ്ട്, അതിന്റെ ബുഷ് റബ്ബറിന്റെ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ സാധനത്തിന്റെ ഉള്ളിൽ കൂടെ വയർ കടത്തിയിട്ട് വേണം നമ്മൾ ഈ ട്രാൻസ്ഫോമറിലേക്കുള്ള വയറുകളൊക്കെ കൊടുക്കാൻ. പിന്നെ ഈ കാണുന്ന കണക്ഷൻ, ഈ ബോർഡ് നമ്മൾ റിലേ ബോർഡ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ അത് നമ്മൾ നേരെ ഈ കാണുന്ന സ്വിച്ചിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ഈ സ്വിച്ചിന്റെ സെന്ററിലേക്കാണ് കണക്ഷൻ വരിക, ഇതിലേക്കായിട്ടാണ് കണക്ഷൻ വരിക. അപ്പോൾ ഇതിലേക്കായിട്ടാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ഇനിയിപ്പോൾ ഈ സ്വിച്ച് കണക്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യക്ക് പവർ സപ്ലൈയുടെ കണക്ഷൻ, ട്രാൻസ്ഫോമറിലേക്കുള്ള കണക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്വിച്ചിലേക്കുള്ള കണക്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി ബോർഡുകളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു, നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സറൗണ്ട് ബോർഡിലേക്കുള്ള സപ്ലൈ ആണ് ഈ വന്ന് കിടക്കുന്നത്, 18/018 ഈ കിടക്കുന്ന സപ്ലൈ ആണ്. അപ്പോൾ അതിൽ നമ്മൾ കണക്ഷൻ റെഡ് പോസിറ്റീവ്, സെന്റർ കോഫി കളർ 0 കണക്ഷൻ, അതുപോലെ ബ്ലാക്ക് നെഗറ്റീവ്, അങ്ങനെയാണ് 3 കണക്ഷൻ വന്നിട്ടുള്ളത്. പിന്നെ റെഗുലേറ്റർ ഐസി നമ്മൾ വെച്ചിട്ടില്ല, റെഗുലേറ്റർ ഐസി വെക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കാന്നുള്ള പരിപാടിയിലാണ് ഇന്നത്തെ പരിപാടി.
അപ്പോൾ ഇത്രയും വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയല് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡയലാണ്. ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടില്ല, ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വയറിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും കണക്ഷൻ, ഒരു ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിൻ്റെ പവർ സപ്ലൈയുടെ ഒരു കണക്ഷനും ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു കണക്ഷനും കൂടിയിട്ട് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് കണക്ഷൻ കൂടിയിട്ടാണ് നമ്മൾ ജോയിൻ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇനി നേരെ ഫീസിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. ഫീസിലേക്കാണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോണത്. അപ്പോൾ അത് ഫീസിൽ ഓർഡർ ഫീസാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. 10 ആമ്പിയർ ഫ്യൂസാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. 10 ആമ്പിയർ ഫ്യൂസ് നമ്മളതിൽ ഇട്ടിട്ടുണ്ട്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അതിൽ. അപ്പോൾ ഫസ്റ്റത്തെ വയർ നമ്മൾ ഫ്യൂസിൻ്റെ ഒരു ലെഗിൽ നമ്മൾ സോൾഡർ ചെയ്തു. ഇനി അടുത്ത ലെഗാണ് നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത്. എന്നിട്ടൊരു സ്ലീവ് നമ്മൾ കയറ്റിയിട്ടു അതിൽ. ഇനി അടുത്ത വയർ നമുക്ക് നോക്കാം എങ്ങനെ കൊടുക്കണ്ടെന്നുള്ളത്. അടുത്ത വയർ നമ്മളെ AC കോഡിൽ നിന്ന് വന്നിട്ടുള്ള റെഡ് വയറാണ്. പലതിനും കളർ വ്യത്യാസം ഉണ്ടാവും. സാധാരണ മെയിൻ വയർ വരിക റെഡ് തന്നെയാണ് വരിക. അതുപോലെ ന്യൂട്രൽ ലൈൻ വരിക, ഫേസ് റെഡും ന്യൂട്രൽ ലൈൻ ബ്ലാക്ക് ആയിട്ട് വരിക. ഇത് നമ്മളെ എർത്തിങ് വയറാണ്. എർത്തിങ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മിക്ക് എന്തെങ്കിലും സെറ്റിൻ്റെ ബോഡി മില്ലിക്ക് കറണ്ട് വരിക എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ട്രിപ്പ് ആവുക, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 3 പിൻ വയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്തെങ്കിലും ട്രാൻസ്ഫോമറിന് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ട് ബോഡി മിക്ക് കറണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു 3 പിൻ വയർ വരുന്നത്. എല്ലാവരും ചിന്തിക്കും എന്തിനാണ് ഈ 3 പിൻ വയർ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 3 പിൻ വയർ. അപ്പോൾ ഈ റെഡ് വയർ നമ്മൾ പീസിൻ്റെ രണ്ടാമത്തെ ലെഗിലേക്ക്, പീസ് ഹോൾഡറിൻ്റെ രണ്ടാമത്തെ ലെഗിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പരമാവധി എല്ലാ പരിപാടികളും അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതായത് സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ലീവ് അതിലേക്ക് കയറ്റിയിട്ടാണ്. സ്ലീവ് അതിൽ കയറ്റിയിട്ടു. അതിൽ 2 സ്ലീവ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ട്രാൻസ്ഫോമറിൻ്റെ 2 വയറുകൾ, ഒരു വയർ ഇതും ഒരു വയർ ഇതുമാണ്. നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ വയറാണ്. ആ 2 വയറും കൂടിയിട്ടാണ് നമ്മൾ ഇനി സ്വിച്ചിലേക്ക് കൊണ്ടുപോകാൻ പോണത്. സ്വിച്ചിലേക്ക് കൊണ്ടുപോകാൻ പോണ വയറുകൾ തമ്മിലാണ് സ്വിച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൽ ഈ ബ്ലാക്ക് വയറും സ്വിച്ചിലേക്ക് തന്നെ വരിക. അപ്പം അങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഈ ബ്ലാക്ക് വയർ ഒരു ലൈനിലേക്ക് വരും സ്വിച്ചിൻ്റെ, നമ്മളെ AC കോഡിൽ നിന്ന് വരുന്നതിന്. അതുപോലെ ഈ 2 വയർ സ്വിച്ചിലേക്ക് തന്നെ പോകും. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ ആ വയർ നമ്മൾ ആ ട്രാൻസ്ഫോമറിൻ്റെ വയറും ഈ ട്രാൻസ്ഫോമറിൻ്റെ വയറും കൂടിയിട്ട് ഒറ്റ വയറാക്കിയിട്ടുണ്ട്. മറ്റേ 2 വയറും നമ്മൾ ഫീസിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്ഫോമറിൻ്റെ ഈ സൈഡ് എടുത്ത വയറും അതുപോലെ ഈ സൈഡ് എടുത്ത വയറും നമ്മൾ ഈ വയറും അതുപോലെ ഇതിൻ്റെ ഈ സൈഡ് എടുത്ത വയറും കൂടിയിട്ട് നമ്മൾ ഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഫീസിൻ്റെ ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ വയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മെയിൻ സപ്ലൈയിലേക്കുള്ള ഫേസ് എന്ന് പറയുന്ന റെഡ് വയറിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ന്യൂട്രൽ വയറാണ് കിടക്കുന്നത്. ഈ ന്യൂട്രൽ വയറും ഈ 2 വയറും കൂടിയിട്ടാണ് നേരെ സ്വിച്ചിലേക്ക് പോണത്. ഇതാണ് നമ്മളെ സ്വിച്ചിങ്. ഈ 2 വയർ ഇങ്ങനെയാണ് സ്വിച്ചിങ് വരിക. അപ്പോൾ സ്വിച്ച് കണക്ഷൻ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ പച്ച വയർ നേരെ ഡയറക്റ്റ് നമ്മൾ ഈ ട്രാൻസ്ഫോമറിലേക്കാണ് കൊടുക്കുന്നത്. അതിപ്പോൾ അതിൻ്റെ ബോഡി മിൽക്കുള്ള എർത്തിങ് ആണ് വരിക. അപ്പോൾ നമ്മൾ അതിലേക്ക് കൊടുത്ത് വയറുകളൊക്കെ ഒതുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ AC കോഡ് കൊടുക്കൽ കഴിഞ്ഞു. കറക്റ്റായിട്ട് എല്ലാ വയറിങ് കഴിഞ്ഞു. വയർ ഒതുക്കി. നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടില്ല. സ്വിച്ചിനുള്ള 2 വയർ നമ്മൾ ഫ്രണ്ടിൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 വയർ അത് സ്വിച്ചിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ ബാക്കിയുള്ള കണക്ഷൻ പവർ സപ്ലൈ എന്നുള്ള എല്ലാ കണക്ഷനും നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വോൾട്ട് സപ്ലൈ നമ്മളെ ഇതിലേക്കുള്ള സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് 0, ഇത് നെഗറ്റീവ്, അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൊടുത്തിട്ട് നോക്കാം. അങ്ങനെ ആ പറഞ്ഞ 3 കണക്ഷൻ നമ്മൾ കൊടുത്തു. നമ്മളെ സറൗണ്ട് ബോർഡിൻ്റെ സപ്ലൈ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റെഡ് പോസിറ്റീവ്, സെൻറ്റർ ഗ്രൗണ്ട് കോഫി കളർ അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ പിന്നെ നെഗറ്റീവ് ബ്ലാക്ക്. അപ്പോൾ ആ കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് മൈക്കയുടെ ബോർഡ് പിടിപ്പിക്കാനുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ സ്വിച്ചിലേക്കുള്ള ആദ്യത്തെ കണക്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇൻപുട്ട് വരുന്നത്. 5.1 കൂടാഞ്ഞിട്ടുള്ള ഇൻപുട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത് സെൻറ്ററത്തെ കണക്ഷനാണ്. USB എന്ന് പറഞ്ഞാൽ പിന്നിലേക്കുള്ള കണക്ഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമർത്തുമ്പോൾ ഓണാവണമാണ് ഈ ലാസ്റ്റ് പിന്നെ ഇതാണ് സെൻറ്റർ കണക്ഷൻ വരുന്നത്. പിന്നെ ഇത് നമ്മളെ ഇൻപുട്ട് കൊടുക്കാൻ നമുക്ക് ഇതിലേക്ക് 2 ഇൻപുട്ട് കൊടുക്കാം. സെൻറ്ററിലാണ് നമ്മൾ കൺട്രോൾ എന്ന് പറഞ്ഞ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ റിലേ ബോർഡ് എന്ന് പറഞ്ഞ കണക്ഷൻ സെൻറ്ററിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്, ഈ 2 പിന്നിലേക്ക്. അപ്പോൾ അത് നമുക്ക് കൊടുത്തിട്ട് നോക്കാം. ഈ കാണുന്ന ഗ്രേ വയർ ഗ്രൗണ്ട് വയറാണ്.
ബാക്കി 2 കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മൈക്കയുടെ കണക്ഷൻ ഇതിലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ അതിനുള്ള കണക്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. മൈക്കാണ് നമ്മളെ ലാസ്റ്റത്തെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ആ കണക്ഷനാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ TV-ന് എഴുതിയതാണ് നമ്മൾ മൈക്കയുടെ കണക്ഷൻ വരുന്നത്. അവിടെ നമ്മൾ വേറെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കും. അപ്പോൾ USB 5.1 എന്നൊക്കെ പറഞ്ഞാൽ 5.1 കണക്ഷൻ വരും. ഓൾറെഡി TV-ന്ന് കൊടുക്കാനുള്ള ഓക്സ് കണക്ഷൻ നമുക്ക് വേറെ എക്സ്ട്രാ പിന്നെ ഇതിലേക്ക് കണക്ഷൻ വരുന്നുണ്ട് നമ്മൾ RCA സോക്കറ്റിലേക്ക്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ പിന്നിലേക്കാണ് നമ്മൾ ഇനി അടുത്ത കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. ഇനി മൈക്ക ബോർഡിൽ നിന്നുള്ള കണക്ഷനാണ് ഇതിലേക്ക് വരിക. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈക്ക സറൗണ്ടിങ് കൂടെ വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ USB ബോർഡാണ്. USB ബോർഡിൻ്റെ അതിന് മേലത്തെ പാനലും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തു. അപ്പോൾ അതിനുള്ള കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞി ഓറഞ്ചും പച്ചയാണ് നമ്മളെ ഔട്ട്പുട്ട് USB ബോർഡിൻ്റെ. ഇത് USB ബോർഡിൻ്റെ ഓൾറെഡി അതിൽ വരുന്നൊരു ഓക്സ് കണക്ഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ബ്ലൂവും അതുപോലെ ഗ്രേയും വൈറ്റും, പിന്നെ അതിൻ്റെ പ്ലസ്സും മൈനസും റെഡും കോഫി കളറാണ് നമ്മൾ പ്ലസ് മൈനസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കണക്ഷനുകളുണ്ട്. നമുക്കിനി ഇതിൽ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അത് ആ ഗാഡി കൂടെ നമ്മളതിലേക്ക് കയറ്റിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് സ്ക്രൂ ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് കൂടെ അതിൻ്റെ ഗാഡി കൂടെ കയറ്റിച്ചിട്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം സെറ്റായി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വയറിന് പശിട്ട് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളത് അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, സാധനം ഫിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണക്ഷൻ ക്ലിയർ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ സാധനം ഉറപ്പിച്ചു. ഇനിയിപ്പോൾ വയറുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത പരിപാടി. വയറുകൾ കൊടുക്കാനുള്ള പരിപാടി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ സ്വിച്ചിലേക്ക് നമ്മൾ സെൻട്രൽ സ്വിച്ചിൻ്റെ ലാസ്റ്റ് വരുന്നതിലത്തെ സെൻട്രൽ കണക്ഷനിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് സ്വിച്ചിങ്ങിലത്തെ സെക്കൻഡ് ലാസ്റ്റ് കണക്ഷനിലേക്കാണ് നമ്മൾ ഈ റിലേന്ന് വന്നിട്ടുള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. റിലേന്ന് നമ്മൾ നേരത്തെ കാണിച്ച കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ആ സ്വിച്ചിൻ്റെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള 2 കണക്ഷൻ എടുത്തിട്ട് നമ്മൾ മൈക്കയുടെ പിന്നിൻ്റെ മൈക്കയുടെ കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ സ്വിച്ചിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പിന്നിലേക്ക് 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ USB ബോർഡിൽ നിന്ന് വരുന്ന ഈ കണക്ഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ സെൻറ്ററത്തെ സ്വിച്ചിൻ്റെ ലാസ്റ്റ് പിന്നിലാണ് കൊടുക്കുന്നത്. ഈ ലാസ്റ്റ് പിന്നിൽ ഈ 2 പിന്നാണ് നമ്മൾ മൈക്കയുടെ ബോർഡിലേക്ക് നമ്മൾ കൊടുക്കുക. കരോക്കെ വഴി കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിന്നിലേക്കാണ് കൊടുക്കുക. അപ്പോൾ അത് അമർത്തുമ്പോൾ, ആ ബട്ടൺ അമർത്തുമ്പോൾ നമ്മളെ കരോക്കെ വഴിക്ക് ഇത് കയറി വരും. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരിക. ഇനി ഇതിലേക്ക് നമ്മൾ 12 വോൾട്ട് സപ്ലൈ മാത്രമേ കൊടുക്കുള്ളൂ, ഒരു സ്വിച്ചിങ് മാത്രം. ഇതിന് 2 കണക്ഷൻ മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മളെ റിലേയുടെ 12 വോൾട്ട് റെഗുലേറ്റർ വെച്ചിട്ടുള്ള കണക്ഷനിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്വിച്ചിങ് കണക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ അത്രയാണ് കണക്ഷൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മഞ്ഞ വയറാണ് നമ്മളെ ഗ്രൗണ്ട് വയർ. ബാക്കിയുള്ള 2 വയർ നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ USB എന്നുള്ള കണക്ഷനായി. ഇത് ഓക്സ് ആണ് നമ്മളെ USB ബോർഡിൻ്റെ. അപ്പോൾ അത് നമുക്ക് നേരെ ഈ പിന്നിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും കണക്ഷനുകൾ നമ്മൾ കൊടുത്തു. നമ്മളെ സ്വിച്ചിൻ്റെ കണക്ഷൻ നമുക്ക് ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു. സിമ്പിളായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് പിന്നിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മൾ ഇനി മൈക്കയുടെ ബോർഡിലേക്ക് കൊടുക്കുക. മൈക്കയുടെ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. ഇനി മൈക്കയുടെ ബോർഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നിടത്ത് ഉള്ള ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ടിലേക്കാണ് കൊടുക്കുക. കോമൺ ആയിട്ട് USB എന്ന് പറഞ്ഞ കണക്ഷൻ നമ്മൾ ഇതിലേക്ക് തന്നെ കൊടുക്കും. അപ്പോൾ USB ബോർഡിൽ നിന്ന് നമ്മൾ വരുന്ന കണക്ഷൻ ഇതിലേക്ക് 2 കൊടുത്തിട്ട് ഔട്ട്പുട്ടാണ് നമ്മൾ ഈ വരുന്ന 3 പിന്നിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ്. 2 പിന്ന് ഔട്ട്പുട്ടും സെൻട്രൽ ഗ്രൗണ്ടും. ആ കണക്ഷനാണ് നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഈ ലാസ്റ്റ് പിന്നിലേക്ക് 2 കൊടുക്കുക. അപ്പോഴാണ് ഈ കരോക്കയുടെ അത് വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ മൈക്കയുടെ പിന്നും കാര്യങ്ങളും കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഊരിയെടുത്താണ്. അപ്പോൾ കൺട്രോളിൻ്റെ കണക്ഷൻ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കൺട്രോൾ ഇരുന്നതെന്ന് അതേപോലെ തന്നെ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കൺട്രോളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ കൺട്രോളൊക്കെ നമ്മൾ ഊരിയെടുത്തു. എന്താ കാരണം നമുക്ക് ബോർഡ് നമ്മളിവിടെ ഉറപ്പിക്കേണ്ട കാരണം നമ്മൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഊരിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വിയോമീറ്ററിൻ്റെ കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മളെ ചെക്കിങ് വീഡിയോ ആവുക. അപ്പോൾ സെറ്റിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ചെക്കിങ് വീഡിയോ ആയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.